എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് നിഫ്റ്റി വന്നിട്ട് 3%, മിഡ് ക്യാപ് നിഫ്റ്റിയൊക്കെ 4%, ബാങ്ക് നിഫ്റ്റി അതും 3% മുകളിൽ ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഇത് സാധ്യമായതിനെ തുടർന്നുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മുടെ മാർക്കറ്റ് കിട്ടിയത്. അപ്പോൾ നോർമൽ ഒരു 300-400 പ്ലസിൽ വന്ന കുറച്ച് സെല്ലിങ് വരുന്ന മാർക്കറ്റ്, പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൽ അത് വന്നിട്ടില്ല. കണ്ടിന്യൂസ് കയറി അതിന് ശേഷം ഒരു റെസിസ്റ്റൻസ് ലെവൽ വരാൻ സാധ്യതയുള്ള ഏരിയയിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതായത് 24,900 ചിലപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ 25,100 ഒക്കെ വരെ പോകാം. പക്ഷെ അതിന് ശേഷം വലിയ ഹെവി മൂവ്മെൻ്റ് അപ്പിലോട്ട് പെട്ടെന്ന് കിട്ടത്തില്ല. അതിനുശേഷം ഒരു കൺസോളിഡേഷനോ അതല്ലെങ്കിൽ ഡൗണിലോട്ടോ ആയിരിക്കാം മാർക്കറ്റ്. ഓക്കെ, മാക്സിമം എൻ്റെ ഒരു കണക്കൂടി 25,100 ആ റേഞ്ചാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വരണമെന്നുമില്ല, നാളെ തന്നെ 25-ന് മുകളിൽ ട്രേഡ് ആയതിനു ശേഷം ഇറങ്ങാനും മതി. എന്തായാലും നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് ചെയ്യുക. ഇപ്പോൾ ഇത്രയും നല്ല ഹെവി മൂവ്മെൻറ്റ് കിട്ടിയ ദിവസം പോലും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഷോർട്ട് സെല്ലിന് എടുത്തിരുന്ന ഷെയറുകൾ നമ്മൾ CPRൻ്റെ ലെവലുകൾ നമ്മൾ പറയുന്ന രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ സെല്ലിങ് ചാൻസ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇന്ന് ബിസി ആയിരുന്നെങ്കിൽ പോലും ചെറിയ ട്രേഡ് എടുത്തിട്ട് പോലും ഞാൻ ഷോർട്ട് സെല്ലിൽ നമ്മൾ പറയുന്ന റേഞ്ചിൽ ചെയ്തിട്ട് ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്നത്തെ മൂവ്മെൻറ്റ് പോലെ നാളെ മാർക്കറ്റ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കരുത്. നാളെ മിക്കവാറും 100-200 പോയിന്റ് ചിലപ്പോൾ ഓപ്പണിങ് കിട്ടിയാൽ ചിലപ്പോൾ സെല്ലിങ് വരും മാർക്കറ്റിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ അല്ലെങ്കിൽ 25,000-ന് അടുത്തൊരു കൺസോളിഡേഷൻ വീണ്ടും മുകളിലോട്ട് പോകാനാണെങ്കിൽ ഈ ഹയർ ലെവലിൽ, അതായത് ഹയർ ലെവൽ എന്ന് പറയുമ്പോൾ ഇപ്പം 25,000-നടുത്തും 24,500-നും ഇടയിൽ കിടന്ന് കൺസോളിഡേഷൻ വന്നാൽ ചിലപ്പോൾ വീണ്ടും അടുത്തൊരു ലെവലിലോട്ട് വീണ്ടും പോകാം. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് ന്യൂസ് വരുവാണെങ്കിൽ ഇറങ്ങുവാണെങ്കിൽ ഹെവി ആയിരിക്കും താഴോട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പം അത് ശ്രദ്ധിക്കുക. ഇന്ന് നല്ല ഗ്യാപ്പാണ് വന്നിരിക്കുന്നത്. ഡേ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഗ്യാപ്പാണ് ഈ വന്നിരിക്കുന്നത്. ഈ ഗ്യാപ്പിൽ ഫിറ്റ് ചെയ്യാൻ വരും ദിവസങ്ങൾ വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഹെവി ആയിരിക്കും സെല്ലിങ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെടുത്തിരുന്ന ഈ ഷെയറിനകത്ത് പല ഷെയറിനകത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചാൻസ് തന്ന ഷെയറുകൾ നോക്കാം. നമ്മളൊരു 10-15 ഷെയറുകൾ എടുത്തെന്ന് തോന്നുന്നു. അതിനകത്തൊരു 6-7 ഷെയറിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഐഡിയ ഫോർജ് എന്ന് പറയുന്ന ഷെയറിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, ഹൈ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം ഇവിടെ പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് താഴ്ത്തണം. അപ്പോൾ നമ്മളിവിടെ 2 എടുത്താൽ 463 454 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം അത് പോയിട്ട് വീണ്ടും ഹൈ അടിച്ചു. അടുത്ത ലെവലും കയറിപ്പോൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ തരുന്ന മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത്. 490-ന് താഴെ വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. എൻട്രി എടുത്ത് നമുക്ക് 482 ഇവിടെ ഒരു 7 രൂപ തരുന്നുണ്ട്. വീണ്ടും തിരിച്ചു പോയി ഹൈ അടിച്ചു. വീണ്ടും ഹൈ അടിച്ചിട്ട് പുതിയ ഹൈയിലോട്ട് മാർക്കറ്റല്ല ഈ ഷെയർ പോയില്ല. വീണ്ടും തിരിച്ച് പഴയ ലെവൽ തന്നെ കട്ടെ. ഇവിടെ നമ്മൾ വീണ്ടും എൻട്രി എടുത്താൽ നമുക്ക് ഇവിടെയും 10 രൂപ തരുന്നുണ്ട്, ഇവിടെ 10 രൂപ തരുന്നുണ്ട്. ഇവിടെ അതിന് ശേഷം 490 വീണ്ടും ഒരു എൻട്രി എടുത്താൽ നമുക്ക് 471 18 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. വീണ്ടും പോയി ഒരു പ്രാവശ്യം കൂടെ ഹൈ അടിച്ച് പിന്നെ ആ ലെവലിൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. നാളെ ചിലപ്പോൾ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഷോർട്ട് സെല്ലിങ് ചാൻസ് കിട്ടാം. ഇന്നത്തെ ഹൈ അടിച്ചിട്ടോ അതല്ലെങ്കിൽ R2 റേഞ്ചിലോ നല്ല രീതിയിലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറാണ് ഈ ഷെയർ. പിന്നെ അതുപോലെ പ്രീമിയർ എക്സ്പ്ലോഷൻ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, 1 സൈഡ് മൂവ്മെൻറ്റ് താഴോട്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ പ്രീവിയസ് ഡേ ഹൈ ഓപ്പണിങ്ങിനെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലോ എടുത്തു. ഹൈയുടെ താഴെ വരുമ്പോൾ നമുക്ക് എൻട്രി എടുത്താൽ ഇവിടെ 481-ന് എടുത്താൽ 442 39 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് 2 ക്യാൻഡിൽ തന്നെ അധികം തന്നിട്ടുണ്ട്. മയൂർ യൂണിക് എന്ന് പറഞ്ഞ ഷെയർ ഓപ്പണിങ്ങിൽ ഇത് ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് വന്നിട്ട് നേരെ പോയി പ്രീവിയസ് ഡേ ഹൈയും അടിച്ചു, R1 അടിച്ചു, ഒറ്റ ക്യാൻഡിൽ തന്നെ. എന്നിട്ട് R1-ന് താഴെ ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ 67-ന് എൻട്രി എടുത്താൽ നമുക്ക് അടുത്ത ക്യാൻഡിൽ അത് 52 വരെ വന്നു. അതായത് 15 രൂപ പ്രോഫിറ്റ് അത് ഷെയർ കൊടുക്കുന്നുണ്ട്.
പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് എന്ന ഷെയർ ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിംഗ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഹൈ അടിച്ചു, പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങി. ഇവിടെ 668 എൻട്രി എടുത്താൽ നമുക്ക് 261 രൂപ 7 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് ആണല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം പോയി തിരിച്ച് ഹൈ അടിക്കുന്നത്. ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലെവലിൽ പോവുക, അതല്ല തിരിച്ച് വീണ്ടും പഴയ ലെവലിൽ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ രണ്ടിടത്തും നമുക്ക് എൻട്രി എടുക്കും. ഇത് അടുത്ത ലെവലിൽ പോയിട്ട് ഇവിടെ കട്ട് ചെയ്തു, 276-90 നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഈ സ്റ്റോപ്പ് ലോസ് പോകും. ഇവിടെ സ്റ്റോപ്പ് ലോസ്, ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇവിടെ അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് വിഷയമല്ല. നമുക്ക് വീണ്ടും നമ്മൾ ചാൻസ് കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കുക. വീണ്ടും നമ്മൾ നോക്കേണ്ടത് എന്തോ അടുത്ത ലെവലിലോട്ട് പോകുന്നത് നോക്കുക. പോയില്ല, തിരിച്ച് പഴയ ലെവൽ എൻട്രി എടുത്തു. പഴയ ലെവൽ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകുന്ന എത്ര നോക്കി, 273 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആവുന്നു. അത് തിരിച്ച് അടുത്ത ലെവൽ അത് വീണ്ടും തിരിച്ച് പഴയ ലെവൽ ഇറങ്ങും. അപ്പം നമ്മൾ വീണ്ടും 276 റേഞ്ചിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 270 3 രൂപ പോയിട്ടുണ്ട്. ഇവിടെ 6 രൂപ അടുത്ത് ഈസി ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ മൂവ്മെന്റ് ഇല്ല ഷെയറിനകത്ത്. പിന്നെ എസ് ജെ എസ് ഓപ്പണിങ് നോക്കി അറിയാം. പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ഓപ്പണായി, നേരെ പ്രീവിയസ് ഡേ ഹൈ, അതിനുശേഷം R1 ഇതുണ്ടല്ലേ വിക്ക് കിടക്കുന്നത്, R1 അടിച്ച് പെട്ടെന്നുള്ള മൂവ്മെന്റ്. ഇതിനകത്ത് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ എൻട്രി കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടിയാൽ നല്ല പ്രോഫിറ്റാണ്. ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടിയാൽ 1080 ഒരു എൻട്രി കിട്ടിയാൽ നമുക്ക് 1023 വരെ കിട്ടുന്നുണ്ട്. അതിനുശേഷം വൺ സൈഡ് മൂവ്മെന്റ് മുകളിലോട്ട് പോയി ഹൈ അടിക്കുക. നമ്മൾ എപ്പോഴും പറയുന്നത് ശ്രദ്ധിക്കേണ്ട അടുത്ത ലെവലിൽ പോകുന്ന നോക്കുക. ഇല്ല, പോയില്ല, വീണ്ടും പഴയ ലെവൽ തന്നെ അടിക്കുക. പഴയ ലെവൽ അടിക്കുക, നമ്മൾ വീണ്ടും ഇവിടെ സെല് ചെയ്യുക. 1080 കൊടുത്താൽ നമുക്കത് 1058 വരെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 22 രൂപ താഴെ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ബോറോ റിന്യൂ ഇപ്പോൾ ഒത്തിരി റിക്കവർ ഷെയറിനകത്തെല്ലാം നല്ല ചാൻസ്. ഇപ്പോൾ എല്ലാം കാണിക്കണമെന്നില്ല, എല്ലാം സെയിം തന്നെ മൂവ്മെന്റ്. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി, അതിനുശേഷം ഇത് R1ന്റെ മുകളിൽ തന്നെ ഇവിടം വരെ പോയിട്ട് തിരിച്ച് ഇവിടെ ഇറങ്ങി 555 താഴെ പോകുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 535 20 രൂപ പ്രോഫിറ്റ്. പിന്നെ ആ റേഞ്ചിൽ തന്നെ കടന്ന് കളിക്കുക. ഏകദേശം 539 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഷെയറും അതുപോലെ തന്നെ. ഇനി കൂടുതൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് നാളത്തെ ഷെയറുകൾ നോക്കാം. നാളത്തെ ഇന്ന് ഹെവി മൂവ്മെന്റ് വന്നപ്പോൾ ഇഷ്ടംപോലെ ഷെയറുകളുണ്ട്. നാളെ ഞാൻ ചുമ്മാ ഒരു 18 ഷെയർ വരെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ CPR ലെവലുകളാണ് ഈ കാണുന്നത്. നമ്മുടെ സ്ട്രാറ്റജി അറിയാവുന്നവർക്ക് ഇതിനകത്തുനിന്ന് എന്തായാലും ഒരു 8 ഷെയറിനകത്ത് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ സ്ട്രാറ്റജി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ പലരും ചെയ്യുന്ന മണ്ടത്തരം എന്ന് പറയുന്നത് നമ്മളൊരു റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുന്നില്ല. റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു ഷെയറിനകത്ത് ഒരു എൻട്രി എടുക്കുമ്പോഴും നമുക്കൊരു നമ്മളെപ്പോഴും എൻട്രി എടുത്താൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് ആ സമയത്ത് വന്നിട്ടുള്ള ഹൈയുടെ മുകളിലായിരിക്കും. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അതുവരെ ആ ഷെയറിനകത്ത് വന്ന ഹൈ ആ ദിവസം അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാതെ വെച്ചോണ്ടിരിക്കും. ഇപ്പം തിരിച്ചു വരും എന്നും പറഞ്ഞിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറണം. സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയിക്കോട്ടെ, സാരമില്ല. വീണ്ടും നമുക്ക് നല്ല ചാൻസ് സെയിം ഷെയറിൽ തന്നെ അതല്ലെങ്കിൽ വേറെ ഷെയറിനകത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ നോർമൽ ആൾക്കാരെല്ലാം ചെയ്യുന്നത് ഒരു ഷെയറിനകത്ത് ലോസ് വന്നാൽ ആ ഷെയറിൽ നിന്ന് തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക. അതൊരിക്കലും ശരിയല്ല. നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ചാൻസ് ഇല്ലാതെ നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങ് തോന്നും ഇന്നടത്തൊക്കെ സെല്ലിങ്ങും ബൈങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെങ്കിൽ അത് ശരിയല്ല. മൂവ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ട് ആ ഷെയർ വിട്ടേക്കുക. നമുക്ക് വേറെ ഇഷ്ടംപോലെ ഷെയറുകളുണ്ടല്ലോ. എപ്പോഴും ഓരോ സെക്കൻഡിലും നമുക്ക് ഓരോ പുതിയ ഷെയറുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്തെല്ലാം നല്ല ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ നാളെ ഈ തന്ന ഷെയർസിനകത്ത് എന്തായാലും 18 ഷെയർ വന്നാൽ 18 ഷെയറിനകത്ത് നമുക്ക് ചാൻസ് കിട്ടത്തില്ല. നമുക്കൊരു 6, 7, 8 ചിലപ്പോൾ 10 ഷെയറിനകത്തോ ചാൻസ് കിട്ടും. ആ 10 ഷെയറിനകത്ത് ഒരു 3-4 ഷെയറിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു എൻട്രി കിട്ടി നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും നമ്മുടെ ആ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി ശ്രദ്ധിച്ച് നമ്മുടേതായിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്ത് നമ്മുടെ റിസ്ക് റിവാർഡ്, നമ്മുടെ കപ്പാസിറ്റി, ഒരു ഷെയറിനകത്ത് എത്ര ലോസ് എടുക്കാൻ പറ്റും അതിൻ്റെ മുകളിലോട്ട് പോകരുത്. നമ്മുടെ കപ്പാസിറ്റിക്ക് ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഷെയറിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയറുകൾ ഈ ബിർള കോർപ്പറേഷൻ ഇന്ന് ഓപ്പണിംഗ് തന്നെ അപ്പർ സർക്യൂട്ട് ആയിരുന്നു. അതിനുശേഷം അത് ഇതിൽ വന്നിട്ട്
ഇത് തെറ്റാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ. ഉം. നമ്മൾ ആദ്യം എടുത്ത ചാർട്ടിനകത്ത് അത് ക്ലോസിങ്ങിൻ്റെ എൻട്രി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് ബിർള കോർപ്പറേഷനാണ് ശ്രദ്ധിക്കേണ്ടത്. ബിർള കോർപ്പറേഷൻ ഓപ്പൺ ലോയും ക്ലോസ് ചെയ്ത് നോക്കിയാൽ അറിയാം, എല്ലാം സെയിം ആണ്. അതായത് അത് ഓപ്പണിങ്ങിൽ തന്നെ അപ്പർ സർക്യൂട്ട് ആയിരുന്നു, അതിനുശേഷം അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഈ ഷെയർ നാളെ നല്ലൊരു ഓപ്പണിങ്ങിലൊരു ഹെവി മൂവ്മെൻറ്റ് തന്ന് നമുക്കിതിപ്പം എല്ലാം ഇതായതുകൊണ്ട് സെയിം ഇത് തന്നെ കാണിക്കും. പക്ഷേങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രെഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് 49 IFGLനകത്തും നമുക്ക് R1 R2 റേഞ്ചിൽ നിന്ന് ചാൻസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഗിന്നി ഫിലമെൻറ്റ് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറാണ്. പക്ഷേ അതിനകത്ത് ചെറിയ ഷെയറാണ്, ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ബജാജ് ഇലക്ട്രിക് ഇതിനകത്ത് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ R1 റേഞ്ചിൽ നിന്ന് ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് കിട്ടിയാൽ ഇവിടുന്ന് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓപ്പണിങ്ങിൽ ഈ റേഞ്ച് വരണം, അതല്ലാതെ റണ്ണിങ്ങിൽ, അതായത് കുറേ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ഈ റേഞ്ചൊക്കെ വരുന്നത്, പിന്നെ സൂക്ഷിച്ചേ ചെയ്യാവും. ഗുഡ് ലക്ക് ഇന്ത്യ. ഈ പ്രീവിയസ് ഡേ ഹൈ R1 റേഞ്ചിൽ നിന്ന് നോക്കുക, നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡാറ്റാമെറ്റിക്സ് നോക്കുക. സിർമ എന്ന് പറയുന്ന ഈ ഷെയറും R1 റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ നല്ലൊരു ചാൻസ് തരാം. സോഡിയാക്ക് 400 റേഞ്ച് പോയിട്ട് ഈ 394 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അതല്ല 402 403 പോയിട്ട് 400 കട്ട് ചെയ്യുമ്പോഴും നമ്മൾ 3 രൂപയുടെ റിസ്ക് എടുക്കാൻ പറ്റുന്നവർ അവിടെ എടുക്കുക. ഓക്കെ, ബിർള സോഫ്റ്റിനകത്തും R1 R2, ഈ R2 ലെവല് ഓപ്പണിങ് കിട്ടിയാൽ നല്ല ഒരു ചാൻസ് പ്രതീക്ഷിക്കുക. ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മളധികം വെച്ചുകൊണ്ടിരിക്കരുത്. നാഷണൽ അലുമിനിയം 7%, അതും R1 R2 റേഞ്ചിൽ നിന്ന് നോക്കുക. എന്തായാലും ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 6-7 ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടും. ഇതിൽ പകുതി ഇപ്പോൾ ഒരു ആദ്യത്തെ 5 ഷെയറും അപ്പർ സർക്യൂട്ടാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് എടുക്കുക. കൃത്യമായി സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മുടെ സ്ട്രാറ്റജി നോക്കുക, അതിൻ്റെ അനുസരിച്ച് ചെയ്യുക. നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. എൻ്റെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് നല്ല രീതിയിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.